സ്റ്റാർ ജാമിൽ ഇന്ന് ഞാൻ 2 സ്റ്റാർസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നാണ് ഞാൻ ഇവരെ വിളിക്കുന്നത്. ഹീസ് എൻ ആക്ടർ, ഹീസ് എ പ്രൊഡ്യൂസർ. ഷീസ് എൻ ആക്ടർ, ഷീസ് എ പ്രൊഡ്യൂസർ. എന്റെ കൂടെ ഉള്ളത് വിജയ് ബാബു ആൻഡ് സാൻഡ്ര തോമസ്. സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ടെൽ മീ, എന്താ ഞാൻ നിങ്ങളെ പറയേണ്ടത്? പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയണോ, ഫ്രണ്ട്സ് ഇൻ ക്രൈം എന്ന് പറയണോ, പ്രൊഡ്യൂസേഴ്സ് ഇൻ ക്രൈം എന്ന് പറയണോ? പ്രൊഡ്യൂസേഴ്സ് ഇൻ ഗിവിംഗ് വാല്യൂബിൾ ആൻഡ് ഫൺ എന്റർടൈൻമെന്റ് ടു മലയാളം ഫിലിംസ്. ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ ഫൺ കൊടുക്കുന്നു, ഞങ്ങൾ എന്റർടൈൻമെന്റ്. ഞങ്ങൾ മിക്കവാറും ഉടനെ കുറച്ച് ക്രൈം ചെയ്യും, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങൾ സത്യത്തിൽ എന്താണ്? നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആണോ ആക്ടേഴ്സ് ആണോ? ആദ്യം അത് പറയൂ. സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു. എനിക്ക് കൂടുതലും പ്രൊഡ്യൂസർ ആയിട്ട് കേൾക്കാനാണ് ഇഷ്ടം, പക്ഷെ വിജയന് കൂടുതലും ആക്ടർ ആയിട്ട് കേൾക്കാനാണ് ഇഷ്ടം. അത് ബാലൻസ് ആവുന്നു. കറക്റ്റ്. ഞാൻ കൂടുതൽ എക്സിക്യൂഷനിൽ ഇടപെടാറില്ല, അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി ദിസ് എ ഫസ്റ്റ് പ്രോഗ്രാം വേർ ഐ എം അപ്പിയറിംഗ് ഓൺ എ സ്റ്റേഷൻ ആസ് എ പ്രൊഡ്യൂസർ. ഹൗ ഇസ് സാൻഡ്ര ആസ് എ പ്രൊഡ്യൂസർ? എർത്ത് പോലെയാണ്, ലൈക്ക് ഭൂമി. 75% വാട്ടർ ആൻഡ് 25% ലാൻഡ് എന്ന് പറയുന്നത് 75% പോസിറ്റീവ്സ് ആൻഡ് 25% നെഗറ്റീവ്. തിരിച്ച് ഹൗ ഇസ് വിജയ് ബാബു ആസ് എൻ ആക്ടർ? ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എനിക്ക് ആദ്യം കോൺഫിഡൻസ് ഇല്ലായിരുന്നു എങ്ങനെ അഭിനയിക്കും, പക്ഷെ അഭിനയിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, പ്രത്യേകിച്ച് എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിൽ. ഹൗ ഇസ് വിജയ് ബാബു ആസ് എ പ്രൊഡ്യൂസർ? എക്സിക്യൂഷനിലും മിടുക്കനാണ്. ഹൗ ഇസ് സാൻഡ്ര തോമസ് ആസ് എൻ ആക്ടർ? എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കാണ്. Yeah, I mean, I was very impressed with her role in Amen. Well, Vijay Babu and Sandra Thomas with me, and finally interview നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. So tell me, Sandra Thomas, എന്താണ് ഫീൽ ചെയ്യുന്നത്? അക്കരയിലോട്ട് വാടാ, കാണിച്ചു തരാം. സ്റ്റാർ ജാമിൽ വന്നിരിക്കുന്നു for the first time. ഭയങ്കര ടെൻഷനുണ്ട്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാർ ജാമിൽ ഇരിക്കണം എന്നുള്ളത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. He's an actor, he's a producer. She's an actor, she's a producer. എന്റെ കൂടെ ഉള്ളത് വിജയ് ബാബു ആൻഡ് സാൻഡ്ര തോമസ്. സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. എസ്കേപ്പ് ഫ്രം ഉഗാണ്ട. വെൽ, എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് വിജയ് ബാബു ആണ്, എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയുടെ ഹീറോ. ആദ്യം പറയൂ, ഈ ഉഗാണ്ട എവിടെയാ? ഓൾമോസ്റ്റ് സൗത്ത് ഓഫ് ആഫ്രിക്കയാണ്. ഉഗാണ്ടയെ കുറിച്ച് ഒരുപാട് പെർസെപ്ഷൻ ഉണ്ട് നമ്മുടെ മനസ്സിൽ. ഉഗാണ്ട എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് വയലൻസും ആളുകൾ തോക്കും കൊണ്ട് ഡെയിലി 10 പേര് വെടിവെച്ച് ചാവുന്ന ഒരു കൺട്രിയെ കുറിച്ച്, പിന്നെ ഇതി അമീൻ, അതായത് മനുഷ്യരെ തിന്നുന്ന മനുഷ്യരുള്ള നാട് എന്നൊക്കെ ഒരു ഇൻറ്റ്യൂഷനാണ്, അതൊരു പെർസെപ്ഷൻ ആണ്. അപ്പൊ പുസ്തകത്താളുകളിൽ നമ്മൾ പഠിച്ച ഉഗാണ്ടയല്ല. പുസ്തകത്താളുകളിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്നോ പണ്ടോ കണ്ട ഒരു ഹോളിവുഡ് ഫിലിമിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്തിനെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഉഗാണ്ടയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. Tell me, ആ പിക്ചർ ഒന്ന് കേൾക്കട്ടെ. സാൻഡ്ര തോമസ്, ആർ യു റെഡി? യെസ്. ഓക്കെ, സാൻഡ്ര തോമസിനും ഷാനിനും വേണ്ടിയിട്ട് ഉഗാണ്ടയിലേക്ക് ഒരു ട്രാവലോഗിന് കൊണ്ടുപോകാൻ ആക്ടർ വിജയ് ബാബു. ഉഗാണ്ട is a very beautiful country with loving people. River Nile originates from Uganda. It's a land of River Victoria, second largest freshwater lake in the whole world. History text പോലെ. Yeah, and അത് ശ്രീലങ്കയുടെ അത്രയും വലിയൊരു കൺട്രിയാണ്. കനിഞ്ഞു നൽകിയിട്ടുള്ള മണ്ണാണ്, ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് നോ പൊല്യൂഷൻ, നോ പെസ്റ്റിസൈഡ്സ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്ക്വേർഡ് ആണ് കൺട്രി. ഇറ്റ്സ് എ ഡെവലപ്പിംഗ് കൺട്രി. ക്വൈറ്റ് റീസെന്റ് അവിടെ ഓയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലുക്സ് ലൈക്ക് ദ നെക്സ്റ്റ് 5 years it's going to flourish. Give me some interesting insight. ഉഗാണ്ടയിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ. അയ്യോ, ഒരുപാടുണ്ട്. അതായത് ഒരു ലെയ്ഡ് ബാക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആളുകൾക്ക്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല. ബിക്കോസ് അവിടുത്തെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് പഴമാണ്. 10 മണിക്കൊക്കെ എണ്ണിച്ച് വീട്ടിന്റെ പുറകിൽ തന്നെ എല്ലാവരുടെ വീട്ടും 10 വാഴ വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ പഴം പുഴുങ്ങി കഴിക്കുക, ഉച്ചയ്ക്കും പഴം മതി, രാത്രിയിലും പഴം. ഈ പഴത്തിന്റെ കൂടെ ഒരുമാതിരി കപ്പ പോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാഷ് പോലെ ചെയ്തിട്ട് അതാണ് അവരുടെ ചോറിന് പകരം കഴിക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇറച്ചിയും മീനൊക്കെ കിട്ടി. മീനൊക്കെ അവർ തന്നെ പോയി പിടിച്ചോണ്ട് വന്ന് ഉണ്ടായിക്കോളും. അപ്പം ജോലി ചെയ്യണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല. പിന്നെ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒരുപാടുള്ള ഒരു കൺട്രിയാണ്. അതായത് ഒരു രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കുറച്ച് നാളും ഒരുമിച്ച് താമസിച്ചതിന് ശേഷം അവർ തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രമേ കല്യാണത്തിന് സമ്മതിക്കൂ. അവർ രണ്ടുപേരും ഓക്കെ അല്ല എന്ന് തോന്നുന്ന സമയത്ത് അവർ പിരിഞ്ഞു പോവുകയാണ്. ഒരു ഓൾമോസ്റ്റ് ചിലവർ കല്യാണം കഴിക്കാതെ തന്നെ കുട്ടി ഉണ്ടാവും. കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ വളർത്തേണ്ടത് ഭർത്താവിന്റെ ജോലിയാണ്. നല്ല സിസ്റ്റം അല്ലേ? സോ എന്റെ കൂടെ ഉണ്ട് സാൻഡ്ര തോമസ്, വിജയ് ബാബു ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Okay, I have some cards with me. എന്റെ കൂടെ സാൻഡ്ര തോമസ് ഉണ്ട്, വിജയ് ബാബു ഉണ്ട്. ഈ 3 കാർഡിലെയും ക്വസ്റ്റ്യൻസ് രണ്ടുപേരും വായിക്കണം. അതിനുശേഷം രണ്ടുപേരും ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. വിജയ് ബാബുവിന് ഞാനൊരു എന്താ പറയാ, ഒരു ടെലിവിഷൻ ചീഫ് എന്ന രീതിയിലുള്ള കാച്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ചോദ്യങ്ങൾ. ഓൾ സെറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 1. പൊട്ടിപ്പൊളിഞ്ഞ ചിത്രത്തെയും സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. മിനി സ്ക്രീൻ ഫേസ് ചെയ്യുന്ന ക്രൈസിസ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 3. TV ചാനലുകൾക്ക് സെൻസർ ബോർഡ് ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഒരു കാരണമുണ്ട്. സാൻഡ്ര പറഞ്ഞു കൊടുക്കൂ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചാനലിന്റെ ഹെഡായിരുന്നു. ഹെഡായിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് വേറൊരു ചാനലിന്റെ CEO ആയിരുന്നു. രസകരമായിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രത്തെയും സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. That's my pick. പൊട്ടിപ്പൊളിഞ്ഞ ചിത്രത്തെ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് വിളിക്കുന്നത് ചാനലാണ് എന്നല്ലേ ഉദ്ദേശിച്ചത്, ഷാൻ ഉദ്ദേശിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ പൈസ ചെലവാക്കിയിട്ടാണ് ചാനലുകൾ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുക്കുന്നത്. ഈ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുക്കുന്നത് ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമല്ല. കാരണം ഒരിക്കലും ഒരു മൂവിയുടെ ഇന്ന് മലയാളത്തിൽ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റിൽ ആ മൂവി സാറ്റലൈറ്റിലൂടെ ബ്രേക്ക് ഈവൻ ചെയ്യാൻ പറ്റില്ല. അത് വെളിയിലിരിക്കുന്ന ഒരാൾ ഒരുപാട് പരസ്യങ്ങളില്ലേ അതില്ലേ ഇതില്ലേ എന്നൊക്കെ പറയുന്നത് വെറും ഒരു പെർസെപ്ഷൻ മാത്രമാണ്. പരസ്യം കിട്ടുന്നില്ല. പരസ്യം കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ 2.5 കോടി രൂപയ്ക്കോ 3 കോടി രൂപയ്ക്കോ ചാനൽ ഒരു സാറ്റലൈറ്റ് വാങ്ങിക്കുമ്പോൾ അത് റിക്കവറി ചെയ്യണമെങ്കിൽ 15-20 വർഷം കഴിഞ്ഞാൽ റിക്കവർ ചെയ്യത്തില്ല. അതെയോ? അതെ. അതുകൊണ്ടാണ് സൂപ്പർ ഹിറ്റ് എന്നും ബ്ലോക്ക് ബസ്റ്റർ എന്നും ആദ്യം വിളിക്കുന്നതിന്റെ കാരണമേ അതാണ്. ആദ്യം വരുന്ന എയറിംഗിൽ, ആദ്യത്തെ 2-3 എയറിംഗിൽ മാത്രമാണ് ഒരു 20% 25% പൈസ റിക്കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാ ഇത്രയും പൈസ കൊടുത്ത ഒരു സിനിമ മേടിക്കുന്നത്? മലയാളത്തിൽ സിനിമ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ കണ്ടന്റ് ആണ്. മലയാളം സിനിമ ചാനലിൽ ഒരു 40% എന്ന് പറയുന്നത് സിനിമ കണ്ടന്റ് ആണ് ഇത് വരുന്നത്. വേറെ ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ കണ്ടന്റ് ഡിറൈവ് ചെയ്യുന്നത് സിനിമയല്ല. ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് അരമണിക്കൂർ കണ്ടന്റുകൾ ഉണ്ടാക്കി 24 മണിക്കൂർ നിറയ്ക്കുക എന്നുള്ളത് മലയാള ചാനൽസിന് ഒരിക്കലും പ്രാവർത്തികമായ സംഭവം. അതേസമയം സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു സിനിമ വാങ്ങിച്ചാൽ 10 വട്ടോ 15 വട്ടോ 2-3 വർഷത്തിലായിട്ട് എയർ ചെയ്യാൻ പറ്റും. വേറെ സീരിയലുകളോ മറ്റുള്ള കണ്ടന്റോ റിപ്പീറ്റ് ഇല്ല. 2 കോടി 3 കോടി മുടക്കിയിട്ട് ഒരു സിനിമ ഒരു ചാനലിൽ മേടിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ 20 വർഷം കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞാൽ റിക്കവർ ഇല്ല. അതുകൊണ്ടാണ് സൂപ്പർ ഹിറ്റ് എന്നും ബ്ലോക്ക് ബസ്റ്റർ എന്നും നമ്മൾ ഫസ്റ്റ് 2 എയറിംഗ്സിൽ എയർ ചെയ്യുമ്പോൾ അതിനെ സൂപ്പർ ഹിറ്റ് മൂവിന്നോ ബ്ലോക്ക് ബസ്റ്റർ മൂവിന്നോ വിളിച്ചാൽ മാത്രമേ ആ സ്ലോട്ടിൽ അത് ഫിറ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് എയറിംഗിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ആഡ് റിക്കവർ ചെയ്ത് ചാനലിന്റെ ലോസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. കൺവിൻസ്ഡ്. നെക്സ്റ്റ് ഇനി സാൻഡ്ര തോമസിനുള്ള ഓപ്ഷൻ ആണ്. സ്റ്റാർ ജാം ഓൺ ക്ലബ് FM. 10 കണക്കിന് ഫൺ 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ക്വിക്ക് 10 questions and say true or false. എന്റെ കൂടെ ഉണ്ട് സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു. Question number 1. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്താൻ ഈസിയാണ്. ട്രൂ ഓർ ഫാൾസ്? സാൻഡ്ര. ഫാൾസ്. ഇറ്റ്സ് നോട്ട് ഈസി. കണ്ടിന്യൂ ആൻഡ് ഡിഫിക്കൽട്ട് ആണ്. സാൻഡ്ര എന്ന പ്രൊഡ്യൂസർ മറ്റൊരു പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. സ്റ്റോറി മോഷണം. സരോജ് കുമാർ തിരക്കഥ മോഷ്ടിക്കാറുണ്ടോ? തിരക്കഥകളും സ്റ്റോറി അല്ല, നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടേക്കുന്ന ഡയറക്ടേഴ്സിനെ അങ്ങനെ പൊക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സങ്കടം വരാറുണ്ട്. ആക്ടേഴ്സും തമ്മിൽ റൈവൽറി ഉണ്ടാവാറുണ്ട്. ഒരു പ്രൊഡ്യൂസറും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. കാര്യം എല്ലാവർക്കും നല്ല സാധനങ്ങൾ വേണം. അത് എല്ലാവരും ഹ്യൂമൻ നേച്ചർ അല്ലേ. അത് ഇൻഡസ്ട്രിയിലെ ഒരു ബൂമിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ ഇൻഡസ്ട്രിയിൽ ബൂമില്ലാത്ത സമയത്ത് ആർക്കും ആരെയും വേണ്ട. നല്ലൊരു സമയം വരുമ്പം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഒരു നല്ല പ്രൊഡക്ഷൻ ഹൗസിന് എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വായിക്കാത്ത ആൾക്കാരുണ്ട്. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവർ അഡ്വാൻസ് കൊടുത്തെങ്കിൽ എന്തോ അതിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട് ചിലപ്പോൾ. ആമേനിലെ മറിയാമയെ പോലെ ഞാൻ മലയാള സിനിമയിലെ പ്രമുഖരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? ഐ മീൻ ഹൗ ഡു യു ഡു ഇറ്റ്? എന്റെ ഒരു ധൈര്യം, എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വിജയ് ബാബു എന്നുള്ള വ്യക്തിയാണ്. പക്ഷെ എന്നോട് ആരോടും ഫൈറ്റ് ചെയ്യരുത്. ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്നാണ് വിളിക്കുന്നത്. കാര്യം എപ്പോഴും സമാധാനം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനും കൂടെ ഞാൻ ഇങ്ങനെ ജാൻസി റാണിയാണ്. അത് പുള്ളിക്കാരി ഡേ ടു ഡേ അഫയർസിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ പോകാറുണ്ട്. ആരോടും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. മലയാളം സിനിമ ഹിന്ദി സിനിമയും തമിഴ് സിനിമയും കണ്ടുപിടിക്കണം. ട്രൂ ഓർ ഫാൾസ്? കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് ഒരിക്കലും നമ്മുടെ ഉണ്ടാവില്ല. നമ്മളെ കണ്ടുപിടിക്കണം. അവർ 20-25 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ ഒരു 1 കോടി രൂപയുടെ ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്. അത് തമിഴ് സിനിമ, ഹിന്ദി സിനിമ, മലയാളത്തെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. That's a very good point. Well, 10 കണക്കിന് ഫൺ. AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. എന്റെ കൂടെ രണ്ട് ആക്ടേഴ്സ്. AK-47 എന്ന് പറഞ്ഞപ്പോ ഒരു കഥ പറയണം. ഉഗാണ്ടയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഡയറക്ടർ രാജേഷ് നായർക്ക് വേറൊരു ലൊക്കേഷൻ കാണാനായിട്ട് അപ്രൂവ് ചെയ്യാനും പോകണം. അപ്പം ഞാനും റിമയും ക്യാമറാമാനും കുറച്ച് ഒരു 8-9 പേരാണ് ലൊക്കേഷനിലുള്ളത്. അപ്പം ഇവര് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് കാണാൻ പോകുന്നു. അപ്പൊ രാജേഷ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വിജയ് ഭായ് വല്ല പ്രശ്നം ഉണ്ടായാൽ ഇത് ഉപയോഗിച്ചോണം എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ ഒരു AK-47 എന്റെ തന്നിരിക്കുക. ഞാൻ പറഞ്ഞു എന്തോന്നിടേ ഇത്, സത്യം. അങ്ങേർക്ക് അവിടെ ലൈസൻസ് ഉണ്ട്. എന്റെ കയ്യിലൊരു ഗൺ ഉണ്ട്. ഈ ഗൺ എനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് കോൾഡ് AK-47. സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു, ആർ യു റെഡി? യെസ്.
സാൻഡ്ര വിജയ് ബാബുവിനെ ഡിഫൈൻ ചെയ്യൂ ഒരു ലൈനിൽ. പെർഫെക്ഷനിസ്റ്റ്. തിരിച്ച് സാൻഡ്ര തോമസിനെ ഡിഫൈൻ ചെയ്യൂ. ഗുഡ് ഹ്യൂമൻ ബീങ്. പൊക്കി പറഞ്ഞത് മതി, കുറ്റം പറയും. അന്ധവിശ്വാസി. വിജയ് ബാബു ഒരു അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസം ഒന്നുമില്ല, ചില വിശ്വാസങ്ങളുണ്ട്, ഞാൻ അത് മുറുക്കെ പിടിക്കാറുണ്ട്. അപ്പൊ അതിന് അന്ധവിശ്വാസം എന്ന് സാൻഡ്ര കാർ ഓടിച്ചോണ്ടിരിക്കുമ്പോ എങ്ങാനും ഒരു പൂച്ചവട്ടം ചാടിയാൽ അടുത്ത വണ്ടി പോകുന്നവിടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വളർന്നു വന്ന ചില സാഹചര്യങ്ങൾ, നമ്മളുടെ കുടുംബത്തിൽ നമ്മൾക്ക് പണ്ടും മുതിർന്നവർ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് ലൈഫിൽ അഫക്റ്റ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൻഡ്രയുടെ നെഗറ്റീവ്. എനിക്ക് ചിലപ്പോൾ സാൻഡ്രയ്ക്ക് കണ്ടിട്ടുള്ളത് ഓവർ കോൺഫിഡൻസ്. പക്ഷെ അതാണ് എന്റെ സ്ട്രെങ്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെൺകുട്ടികളായ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഒക്കെ വേണം. അതെ. പ്രോബ്ലം ഈസ് അത് നമ്മൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോൾ വന്നാൽ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഫോൾ വരാനുള്ള സാധ്യത കൂടുതൽ, അത് ഡിപ്രഷനിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു സാധനം വെക്കണം. പക്ഷെ പുള്ളിക്കാരി 100% ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയുന്ന ആളാണ്. കോൺഫിഡന്റ് ആയിട്ടുള്ള വിജയ് ബാബുവും ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള സാൻഡ്ര തോമസും വിത്ത് us on Star Jam. ടൺ കണക്കിന് ഫൺ. AK-47. സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു, ആർ യു റെഡി? Yes. ഈ സിനിമയിൽ വന്നു, ആരോട് ആമേൻ പറയും? സാൻഡ്ര. വിജയ് ബാബു ഇല്ലെങ്കിൽ ഫ്രൈഡേ ഇല്ല, ഫ്രൈഡേ ഇല്ലെങ്കിൽ സാൻഡ്ര തോമസ് ഇല്ല. സിനിമയിൽ വന്നു, ആരോട് ആമേൻ പറയും? ടു മൈ ഓൺ എക്സ്പീരിയൻസ്, ടു മൈ ഡാഡ് ആക്ച്വലി. ബിക്കോസ് എന്റെ ഡാഡ് ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ 84-ൽ അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി, അന്ന് 84-ൽ അഭിനയിച്ചു തുടങ്ങിയാണ്. അപ്പൊ പയ്യൻ ചെറുതല്ല. അപ്പം അന്ന് തൊട്ട് മനസ്സിൽ സിനിമയുണ്ട്. ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിയുടെയും അച്ഛൻ സുകുമാരൻ ചേട്ടന്റെ കുട്ടിക്കാലമാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം എന്നെയൊക്കെ എടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് സിനിമ മനസ്സിലുണ്ട്, ഒരു പ്രൊഡ്യൂസർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിക്കവാറും ഉള്ള ഒരുപാട് പേരെ ഇൻഡസ്ട്രിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് സാൻഡ്ര. സാൻഡ്രയായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. സാൻഡ്ര ഒരു അഡ്വർടൈസിംഗ് ഏജൻസി നടത്തിയിരുന്നു. അപ്പം ഇടയ്ക്ക് എന്റെ അടുത്ത് വരാനുള്ള ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ സിനിമയിലേക്ക് ഇറങ്ങുന്നില്ല, നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് സെൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാൻഡ്ര തോമസ് മാത്രമല്ല കേട്ടോ ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള മിക്ക പ്രൊഡ്യൂസേഴ്സും ഉണ്ടായിരിക്കുന്നത് വിജയ് ബാബു എന്നുള്ള ഒരാളാണ്. ഒരുപാട് പേരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാൻഡ്ര തന്നെയാണ് ആദ്യത്തെ ഓപ്ഷൻ വെച്ചത്. ഇൻ കേസ് യു ആർ പ്ലാനിംഗ് ടു ഗെറ്റ് ഇൻ ടു മൂവീസ്, അത് ഞാനുമായിട്ടായിരിക്കണം. വി വിൽ ഹാവ് എ ജോയിന്റ് വെഞ്ചർ ആൻഡ് വിൽ സ്റ്റാർട്ട് എ കമ്പനി ഓൺ അവർ ഓൺ. അങ്ങനെയാണ് ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന സാൻഡ്രയുടെ കമ്പനി ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന കമ്പനിയാണ്. ഫാന്റാസ്റ്റിക്. രണ്ട് പിന്നെ ഫ്രണ്ട്സ്, 2 പാർട്ട്നേഴ്സ്, 2 പ്രൊഡ്യൂസേഴ്സ്, 2 ആക്ടേഴ്സ് എന്റെ കൂടെ ഉണ്ട്. സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു ഓൺ Star Jam. ടൺ കണക്കിന് ഫൺ. Vijay Babu and Sandra Thomas, welcome back to my show. Thank you so much. Star Jam with RJ Sean. Phillips and the Monkey Pen escaped from Uganda. Vijay, പറയൂ, കുട്ടികളിൽ നിന്ന് എന്ത് പഠിച്ചു? കുട്ടികളിൽ നിന്ന് അഭിനയിക്കാൻ പഠിച്ചു. നമുക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഈ കുട്ടികളുടെ അഭിനയം. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായി. That's my question. ഇന്നത്തെ കുട്ടികളും അന്നത്തെ അവര് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഒരിക്കലും ഞാൻ 8 വയസ്സിൽ സംസാരിച്ചിട്ടില്ല. അവര് സംസാരിക്കുന്ന മൊത്തം ഇന്റർനെറ്റിനെ കുറിച്ചും ആ പുതിയ പ്ലേ സ്റ്റേഷനെ കുറിച്ചും ബ്ലോഗ്സിനെ കുറിച്ചും ട്വിറ്ററിനെ കുറിച്ചും ഫേസ്ബുക്കിനെ കുറിച്ചുമാണ്. എന്റെ ലൈഫിൽ ഞാനൊരു 22 വയസ്സായപ്പോഴാണ് ഇന്റർനെറ്റ് തന്നെ പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് പ്രേമത്തിനെ കുറിച്ചാണ്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരാൾക്ക് തന്നെ 3 ആൾക്കാരോട് പ്രേമം, അതും വളരെ അഗാധമായ പ്രേമമാണ് അവിടെ. 8 വയസ്സിൽ 8 അല്ല, അതിലും ചെറിയ കുട്ടികളവിടെ. ഞാൻ പറയുന്നത് എല്ലാവരും ഈ കുട്ടികളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബിക്കോസ് ഈ കുട്ടികളെന്നല്ല, ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് എന്താണ് സാൻഡ്ര പഠിച്ചത്? അവര് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഷോട്ട് എങ്ങനെയാണ് വെക്കുന്നത്, എവിടെയാണ് ലുക്ക് കൊടുക്കേണ്ടത്. അവരിങ്ങോട്ടാ പറയുന്നത്. അപ്പൊ ഇനി ഞാൻ ഇവിടെ ലുക്ക് കൊടുത്താൽ പോരെ, അത് ഡയറക്ടേഴ്സിന് ഒന്നും ആവശ്യമില്ല. ഒരാൾ ഷോട്ട് എടുക്കുമ്പോൾ ഒരാൾ ലുക്ക് കൊടുക്കുന്നു, ആ ലുക്ക് ഇവിടെ കേട്ടോ, അപ്പൊ ക്യാമറ അവിടെ ഉണ്ടോ, അപ്പൊ അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. എനിക്ക് തോന്നുന്നത് ഇപ്പൊ മുകേഷ് ചേട്ടന്റെ ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഇവര് കുട്ടികളല്ല ടെററിസ്റ്റ് ആണ് ഇവന്മാര് എന്ന് പറയുന്നത്. സത്യത്തിൽ ടെററിസ്റ്റുകളാണ്. ഓൺ എ സീരിയസ് നോട്ട് അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. എന്താ തോന്നിയത്? അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്തേക്കാളും കൂടുതൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് അതിന്റേതായ നേരത്തെ മെച്യൂരിറ്റി വരുന്നുണ്ട് ഈ കുട്ടികൾക്ക്. ഓൺ ദാറ്റ് നോട്ട് ഞാൻ സാൻഡ്രയുടെ ഒരു പഴയ കഥ ചോദിക്കാൻ പോവാണ്. അയ്യോ, സാൻഡ്രയുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു കഥയുണ്ട്. വിജയ് അതിനൊരു 1 ലൈൻ പറഞ്ഞുതരും. സാൻഡ്ര ജനിച്ചപ്പോ സാൻഡ്ര ഏതോ ഒരു കുട്ടിയമ്മയെ പോലെയൊക്കെ സംസാരിച്ചിരുന്നു. ഒരു 3 വയസ്സുണ്ടായിരുന്നപ്പോ. 3 വയസ്സുള്ളപ്പോൾ എത്ര വയസ്സുകാരിയെ പോലെ ഒരു 60 വയസ്സുകാരിയെ പോലെ സാൻഡ്ര സംസാരിച്ചു. അപ്പം പലരും വിചാരിച്ചു ഇത് പുനർജന്മമാണ്. പിന്നെ ഇവര് കുട്ടിയമ്മയെ അന്വേഷിച്ച് പോയപ്പോ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു. ബാക്കിയുള്ള കഥ സാൻഡ്ര പറയും within 10 minutes on Star Jam. ടൺ കണക്കിന് ഫൺ. Star Jam with
RJ Sean. സ്റ്റാർ ജാം വിത്ത് സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു. വിജയ് ബാബുവിന് 3 കാർഡ്സ് കൊടുത്തിരുന്നു, അതിലൊന്നിന് ഉത്തരം പറഞ്ഞു. Now it's your turn, Sandra. Question number 1. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? മലയാളത്തിൽ ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കുന്നത് ബുദ്ധിപരമാണോ? ഒരു പ്രൊഡ്യൂസറിന്റെ പരാധീനതകൾ എന്തൊക്കെയാണ്? I'll go with the last. Your pick is? ഒരു പ്രൊഡ്യൂസറിന്റെ പരാധീനതകൾ എന്തൊക്കെയാണ്? കഷ്ടപ്പാടുകൾ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സത്യം പറഞ്ഞ ഒരു പ്രൊഡ്യൂസറിന്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനാ. ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടായേക്കുന്നത് എനിക്കാണ്. അതിന്റെ ഡയറക്ടറിനെക്കാളും ആക്ടേഴ്സിനെക്കാളും ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടായേക്കുന്നത് എനിക്കാണ്. പക്ഷെ അതൊരു മെയിൽ പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ അവര് ദുഃഖിച്ചേനെ. ഒരു സിനിമ അങ്ങനെ ഒരു സിനിമയായിട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ഒരുപാട് ഫൈറ്റുകൾ ഉണ്ട് അതിനകത്ത്. ലൈക്ക് വാട്ട്? പിന്നെ ഒരു ലേഡി പ്രൊഡ്യൂസർ എന്തൊക്കെ ഫൈറ്റ്സിൽ ഇടപെടേണ്ടി? അയ്യോ, ഫസ്റ്റ് ഡേ ലേഡി പ്രൊഡ്യൂസർ എന്നല്ല, എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഉള്ളതാണ്. പക്ഷെ ഒരു ലേഡി അത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്കൊക്കെ ഒരു ആർട്ടിസ്റ്റുമായിട്ടോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളുമായിട്ടോ രാത്രിയിൽ റൂമിലിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ. താമസിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലും 4 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല. അത് പ്രൊഡക്ഷൻ യൂണിറ്റ് താമസിക്കുന്ന ഹോട്ടൽ, അതിന്റെ ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ടുള്ള ഹോട്ടൽ. അവിടെ ഒരു മെയിൽ ഡോമിനേറ്റഡ് നൈറ്റ് ആണ്. അവിടെ യങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ബോൾഡ് ഡിസിഷൻ ആണ്. അത് വെരി ട്രൂ. അതുപോലെ എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു അല്ല. ഞാൻ ഫ്രൈഡേ സിനിമ ചെയ്യുമ്പോൾ യാതൊരുവിധ സീരിയസ്നെസ്സും ഇല്ലാതാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഫസ്റ്റ് ഡേ ആ സിനിമയുടെ സെറ്റിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു സിനിമയാണോ ഞാൻ ചെയ്യുന്നതെന്നുള്ള തോന്നൽ എനിക്ക് വന്നത്. ഇപ്പൊ സാൻഡ്ര എന്റെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ പാർട്ണർ എന്നുള്ള രീതിയിൽ, സാൻഡ്ര എന്തെങ്കിലും ആരോടെന്തെങ്കിലും കയർത്ത് സംസാരിച്ചാൽ ഉടനെ തന്നെ എന്നെ ഫോൺ വിളിക്കും. അവള് എങ്ങനെയാണ് വിജയ് സാർ പറയൂ, ഒരു പെൺകുട്ടിയല്ലേ, ഒരു പെൺകുട്ടി എങ്ങനെയാണ് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നത്? പെൺകുട്ടിയുടെ എനിക്ക് അപ്പൊ അവരോട് ഒരു പുച്ഛം തോന്നിയിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, എടോ പെൺകുട്ടിക്ക് അത് ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ എന്താണ് പെൺകുട്ടി എന്ന് പറയുന്നത്? ഒരു പൊട്ടിപ്പോകുന്ന സിനിമയുടെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ നിങ്ങളെ ചീത്ത വിളിച്ചാലും നിങ്ങൾ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാറ്. പിന്നെ ഒരു പെണ്ണ് ചീത്ത പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാവോ? ഒരിക്കലുമില്ല. ചീത്ത പറയുന്നതിന്റെ അല്ല, ഒരു സാധനം അങ്ങോട്ട് എടുത്തു വെക്കൂ എന്ന് പറയുന്നത് തന്നെ അവരുടെ ഈഗോ ഹേർട്ട് ആവുകയാണ്. ഒരു പെണ്ണ് ഓർഡർ ചെയ്തിട്ട് ഞാനത് അനുസരിക്കേ എന്ന് പറയുന്നത്. How do you tackle it? Is it easy to tackle men? ഇപ്പൊ ആണെന്ന് തോന്നുന്നു. പഠിച്ചു. Well, Sandra Thomas and Vijay Babu with us on Star Jam. കണക്കിന് fun. Star Jam with RJ Sean. കുട്ടികളുടെ സിനിമ എടുക്കുന്ന 2 പ്രൊഡ്യൂസേഴ്സ് എന്റെ കൂടെ ഉണ്ട്. അവരുടെ പേരാണ് സാൻഡ്ര തോമസ്, വിജയ് ബാബു. പക്ഷെ ഇതിൽ ഒരാളുടെ കുട്ടിക്കാലത്തിന് ഒരു വലിയ കഥ പറയാനുണ്ട്. പിന്നെ മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ കഥ പോലെ സാൻഡ്രയ്ക്കും പറയാനുണ്ട് ഒരു കുട്ടിക്കാലത്തെ പ്രേതകഥ, ഒരു ഹൊറർ സ്റ്റോറി. ഹൊറർ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. വിജയ് 3 വയസ്സുള്ളപ്പോൾ 60 വയസ്സുള്ള കുട്ടിയമ്മയെ പോലെ സാൻഡ്ര സംസാരിച്ചിരുന്നു. കുട്ടിയമ്മ എന്ന് പറഞ്ഞ എവിടെയോ തൃശ്ശൂർ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് എന്ന് പിന്നീട് കണ്ടുപിടിച്ചു. ബിക്കോസ് ഇവര് സംസാരിച്ചിരുന്ന സ്ലാങ് തൃശ്ശൂർ ഭാഷയാണ്. അപ്പം കുറ്റിപ്പുറത്ത് പോയി സാൻഡ്രയുടെ പേരൻസ് അന്വേഷിച്ചപ്പോൾ കുട്ടിയമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നു. അവര് കുളത്തിൽ മുങ്ങിയാണ് മരിച്ചത്. അല്ല, ഇപ്പൊ അത് കുളമാണ്. പിന്നെ വിജയ് ബാബു നല്ലൊരു കർട്ടൻ റൈസർ തന്നിട്ടുണ്ട്. ആൻഡ് ദ സ്റ്റോറി ബിഗിൻസ്. സാൻഡ്ര തോമസ് കുട്ടിക്കാലത്ത് ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെ ആയിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? 1.5 വയസ്സെങ്ങാണ്ടുള്ളപ്പോ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞിരുന്നത് എന്റെ പേര് കുട്ടിയമ്മ എന്നാണ്, എന്റെ വീട് കുറ്റിപ്പുറത്താണ്, എനിക്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് സംസാരിക്കും. മമ്മി എന്നെ, ഞാൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ മമ്മി എന്നെ അടിക്കാൻ വരും. നീ ആരടി എന്നെ അടിക്കാൻ, നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്താണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. 1.5 വയസ്സിൽ സംസാരിക്കുമായിരുന്നു. 1.5 വയസ്സിൽ ഞാൻ സംസാരിച്ചു. അത് നേരത്തെ സംസാരിക്കാൻ തുടങ്ങിയതിന്റെ പ്രശ്നമാണെന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് അങ്ങനെയാ. പക്ഷെ ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റി. 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ഓർമ്മകളും ഇല്ല, ഒന്നുമില്ല. പിന്നീട് എന്നോട് ഈ കഥകളൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള ഓർമ്മ എനിക്കുള്ളൂ. പിന്നെ ഞാൻ ഇത് ഡിഗ് ചെയ്ത് ഇത് എങ്ങനെ കിട്ടും? ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ കണ്ണാടി നോക്കിയിട്ട് കുട്ടിയമ്മയാണോ? സീരിയസ്ലി സാൻഡ്ര അന്നൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിരുന്നു എന്നാണ് എന്റെ പേരൻസും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. അമ്മൂമ്മമാരെ പോലെ കാല് നിവർന്നിരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പപ്പ മമ്മി നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോ ഞാൻ കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് 2 പെടലപ്പഴം ഞാൻ കഴിച്ചു. അത് ഞെട്ടിപ്പോയി. പപ്പ തന്നെ ഞെട്ടിപ്പോയി. ഇത് എങ്ങനെ ഈ കൊച്ചി ഇത്രയും പഴം കഴിച്ചു? പഴം ഇപ്പോഴും എനിക്കൊരു വീക്ക്നെസ് ആണ്. ഇപ്പൊ അത് 2 പടലമാര് 2 കൊലയായതേ ഉള്ളൂ. ലെറ്റ്സ് കം ടു ദ ക്ലൈമാക്സ്. നൗ ടെൽ മീ, കുട്ടിയമ്മയെ തപ്പിയിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സാൻഡ്ര ഒരു വണ്ടിയും എടുത്ത് പാലക്കാട് പോയി. കുറ്റിപ്പുറത്താണ് പോയത്. പറഞ്ഞ കഥകളില് ഞാൻ അവിടെ ഓട്ടോറിക്ഷ ഇടിച്ച് ഞാൻ ഭാരതപ്പുഴയിൽ വീണ് മുങ്ങിയാണ് മരിച്ചതെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഭാരതപ്പുഴയുടെ സൈഡിൽ പോയി കുറച്ചൊരു 5 മിനിറ്റ് നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ സായുധ എന്നോട് പറഞ്ഞു, ഈ സ്ഥലം അത്ര ശരിയല്ല, നമുക്ക് പോകാം.
എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് ഒരു ഓർമ്മയും വന്നില്ല അവിടെ നിന്നിട്ട്. പിന്നെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. Well, that's Sandra Thomas with us and കൂടെ ഉള്ളത് വിജയ് ബാബു on Star Jam. ഫൺ കണക്കിന് ഫൺ. He's an actor, he's a producer. She's an actor, she's a producer. എന്റെ കൂടെ ഉള്ളത് വിജയ് ബാബു and Sandra Thomas. Sandra Thomas and Vijay Babu. Welcome to my show. Thank you so much. As a producer, tell me, പടം പിടിച്ചു കഴിഞ്ഞാൽ ആക്ടേഴ്സിന് പ്രൊമോഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. True. ബുദ്ധിമുട്ടാണ്. How do you tackle it? റിക്വസ്റ്റ് കാല് പിടിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. അതാണ് കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഹിന്ദി സിനിമയിലും തമിഴ് സിനിമയിലും ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിനും ഞാൻ എല്ലാം ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കാണുന്ന ആളാണ്. ഇവിടെ ഹിന്ദിയിൽ ഒരു ആക്ടർ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇത്രയും റെമ്യൂണറേഷനും ആ സിനിമയിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ബോളിവുഡിൽ ഒരു ആക്ടർ ചെയ്യുന്ന സിനിമയ്ക്ക് ചിലപ്പം മിനിമം റെമ്യൂണറേഷൻ എന്ന് പറയുന്ന 10 കോടി തൊട്ട് 50 കോടി, ചിലവർ 60 കോടി രൂപ വരെ വാങ്ങിക്കുന്ന ആക്ടേഴ്സ് ഹിന്ദി സിനിമയിലുണ്ട്. അവിടുത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് എല്ലാം ഒരു 2 സിനിമ 2.5 സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവര് ഒരു 6 മാസം ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. അതിൽ പ്രൊമോഷൻ കൂടെ ഇൻക്ലൂഡ്. ഇവിടുത്തെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് അവര് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് പോവുകയാണ്. അവർക്ക് അത്രയും റെമ്യൂണറേഷനേ ഉള്ളൂ. എന്റെ ഒരു പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആക്ടേഴ്സ് ഷുഡ് എൻട്രസ്റ്റ് സം ഡേറ്റ്സ് ഫോർ പ്രൊമോട്ടിംഗ് എ മൂവി. ഒരു സിനിമ കഴിഞ്ഞാൽ അത് ആക്ടേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എന്തെങ്കിലും പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ഞങ്ങൾ ഉണ്ടായാൽ അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. പണ്ട് സിനിമകളൊന്നും ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ടൊന്നും അല്ല ഇറങ്ങിയിരുന്നത്. അന്ന് നല്ലോണം ഓടിയിരുന്നു സിനിമ. പക്ഷേ ആക്ടേഴ്സ് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യാൻ പല ആക്ടേഴ്സും സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വരാറില്ല. അതിന്റെ പെയിൻ അനുഭവിക്കാറുണ്ട്. പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാല് പിടിക്കേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യാൻ വരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടോ അവരത്? അവര് വേറെ സിനിമകളിൽ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരിക്കും. ഈ ഒരു വർഷം തന്നെ 6-7 സിനിമകളാണ് ചെയ്യുന്നത്. അവരുടെ മിസ്റ്റേക്ക് അല്ല. ദ തിങ് ഈസ് അത് അപ്പോഴത്തേക്ക് അടുത്ത സിനിമ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആക്ടർ. നമ്മുടെ ഷൂട്ടിംഗ് അഫക്ട് ചെയ്ത് വേറൊരു സിനിമയുടെ പ്രൊമോഷന് പോവുകയാണെന്ന് പറഞ്ഞാൽ സാൻഡ്ര തോമസ് എങ്ങനെ റിയാക്ട് ചെയ്യും? അല്ല, അത് നേരത്തെ ആ ആക്ടർ പറയാണ്, എന്നെ ഇന്ന സമയത്ത് ഒരു വൈകുന്നേരം ഇന്ന സമയത്തൊന്ന് വിടണം, അല്ലെ എന്നെ 2 ദിവസത്തേക്കൊന്ന് എനിക്കൊരു എന്റെ വേറൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ചാർട്ട് ചെയ്ത് വെക്കും. സോ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാം, അതായത് ഒരു സിനിമ റിലീസ് ആവുന്ന സമയത്ത് വൈകുന്നേരം ന്യൂസ് ചാനലിൽ കാണുന്ന നടന്മാരെ ശരിക്കും ആ ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് തള്ളിവിടാൻ പ്രൊഡ്യൂസർമാർ ഒരുപാട് കഷ്ടപ്പെടും. ആ സിനിമ ഉണ്ടാക്കിയതിലും കൂടുതൽ കഷ്ടപ്പെടുന്നത് അതിലാണ്. There is a solution for everything. We figure it out. Next question for Vijay Babu. Here we go. I'll be a big actor in Malayalam film industry. True or false? True. Now I've acted in 3 big movies and that has given me more confidence. I'll be an actor, a reputed actor. A reputed actor, a reputed businessman, a reputed producer. With me is Vijay Babu and Sandra Thomas on Club FM Star Jam. Tan kanakine fun. Sandra Thomas and Vijay Babu, you people are under arrest. You are under arrest. ഒരു സിനിമ പിടിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സാറ്റലൈറ്റ് റേറ്റിന് വേണ്ടിയിട്ട് നടന്മാർ ഓടി നടക്കുക, ഡയറക്ടേഴ്സ് ഓടി നടക്കുക. ഇസ് ദിസ് എ ഗുഡ് ഹാബിറ്റ് ഓർ എ ബാഡ് ഹാബിറ്റ്? ഇതൊരു മലയാള സിനിമയുടെ ഒരു ദയനീയാവസ്ഥയാണ്. സാറ്റലൈറ്റ് റേറ്റ് ഡിറ്റർമിൻ ഇന്ന് സാറ്റലൈറ്റ് റേറ്റ് ഇല്ലായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സിനിമകൾ ഉണ്ടാവില്ല, സത്യമാണ്. പക്ഷേ സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയ ഒരു അവസ്ഥ ഇപ്പൊ വന്നത് മലയാള സിനിമയിലെ ദയനീയാവസ്ഥയാണ്. അതിന് കാരണക്കാര് കുറെയൊക്കെ പിന്നെ ഇൻഡസ്ട്രിയുടെ ഒരു പോക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനുള്ള സ്റ്റെപ്സ് എടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പം ഇന്ന് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ മലയാള സിനിമ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത് തിയേറ്ററിക്കൽ റവന്യൂ കുറയുന്നതിന്റെയാണ്. ഇന്ന് മലയാള സിനിമ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് അതർ ലാംഗ്വേജ് സിനിമാസ് മലയാള സിനിമയെ തിന്നുന്നത് മാത്രമാണ്. അതായത് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അതർ ലാംഗ്വേജ് സിനിമയൊന്നും റിലീസ് ആവുന്നില്ലല്ലോ. അന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ 25 ഒക്ടോബറിന് റിലീസ് ചെയ്യാനിരുന്നതാണ് മങ്കിപ്പൻ. പക്ഷേ പല തിയേറ്റേഴ്സും ആരംഭവും അഴക് രാജ ഓൾ ഇൻ ഓളും കൃഷും 1 30, 31 തീയതികളിൽ ഇറങ്ങുന്ന സമയത്ത് അതിനുവേണ്ടി മങ്കിപ്പൻ എന്ന് പറയുന്ന മലയാള സിനിമ എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്, മാറ്റും എന്ന് ഉറപ്പ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല സിനിമ കളയാൻ താല്പര്യമില്ല, അത് ഹോൾഡ് ചെയ്തോളാം, അതിന് ഞങ്ങൾ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തമിഴ് സിനിമകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് ചിലപ്പോൾ അവർ പറയും അതിനാണ് നമുക്ക് കളക്ഷൻ കിട്ടുന്നത്. എന്തൊക്കെയാണെങ്കിലും അതെന്ത് പറഞ്ഞാലും നമുക്ക് പ്രയോറിറ്റി ചെയ്യേണ്ടത് മലയാള സിനിമ. അത് മാറുന്നതോടുകൂടി ഇൻഡസ്ട്രി നശിക്കും. ഈ റേറ്റിനും റൈറ്റിനും പുറകിൽ ഓടുന്ന ഫിലിം ഫ്രട്ടേണിറ്റിയുടെ അകത്ത് ഒരു ആക്ടറിന് പിന്നെ റെമ്യൂണറേഷൻ വാല്യൂ ചെയ്യുമ്പോൾ അത് ഒരു പ്രൊഡ്യൂസറിന് ബുദ്ധിമുട്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാറുണ്ട്. അങ്ങനെ ഒരു ആക്ടർക്ക് ഒരു റേറ്റ് ഇല്ല. അത് ആക്ടേഴ്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാണ്. അല്ല, ആക്ടേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്. ആക്ടേഴ്സ് പറയുന്നത് എനിക്ക് ഇത്രയും സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇത്രയും പൈസ വേണം, ഞാൻ എത്ര
എത്ര ദിവസം അഭിനയിച്ചു, 2 ദിവസമാണോ 1 ദിവസമാണോ 40 ദിവസമാണോ നോക്കേണ്ട ആവശ്യമില്ല. ഈ 1 ദിവസമാണെങ്കിലും 40 ദിവസമാണെങ്കിലും ഒരേ 4 മാസം മുമ്പ് വരെ ഒരു ചാനലിലെ ഹെഡായിരുന്ന ഞാൻ പറയുന്നു, ഒരു ആക്ടർക്കും സാറ്റലൈറ്റ് റേറ്റ് ഇല്ല. പക്ഷേ അനുഭവം അതൊരു പ്രോജക്റ്റിന് കൊടുക്കുന്ന റേറ്റ് ആണ്. അത് ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ മൂവീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർഡം ഉള്ള മൂവീസ് അതിന് എലിജിബിൾ ആണ് ആ പ്രോജക്റ്റിന്. ചിലപ്പോൾ നല്ല ഡയറക്ടർ, നല്ല സ്റ്റോറി. ഓൺ ദാറ്റ് നോട്ട് സാൻഡ്ര ചോദിക്കുക, സാൻഡ്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ആക്ടേഴ്സിനെ കിട്ടാനായിട്ട്? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മളെ ഞെട്ടിക്കുന്ന എമൗണ്ട് ആണ് പറയുക. അതെങ്ങനെ, എന്താണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇത്രയും പൈസ കിട്ടിയേ പറ്റുള്ളൂ. അത് ഞാൻ 1 ആണോ 40 ആണോ ദിവസമൊന്നും ഞാൻ നോക്കുന്നില്ല. ഈ പറയുന്ന ആക്ടേഴ്സ് നമ്മൾ പ്രൊമോഷന് വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പോഴാണ് സങ്കടം വരുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് ഇവരിതിന് ഡിസേർവ് ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിച്ചു പോകും. So the final question is, സത്യത്തിൽ ടി വി ആണോ സിനിമയാണോ വലുത്? ഇന്നത്തെ സിറ്റുവേഷനിൽ സാറ്റലൈറ്റ് ഇല്ലാതെ സിനിമയില്ല, സിനിമയില്ലാതെ സാറ്റലൈറ്റ് ഇല്ല. 2 producers, 2 actors എന്റെ കൂടെ ഉണ്ട്, സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു ഓൺ സ്റ്റാർ ജാം. ടാൻ കണക്കിന് ഫൺ. AK-47 Part 2 പോവാണ്. എന്റെ കൂടെ സാൻഡ്ര തോമസ് ഉണ്ട്, വിജയ് ബാബു ഉണ്ട്, പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, പ്രൊഡ്യൂസേഴ്സ് ഇൻ ക്രൈം. ആർ യു റെഡി? യെസ്. ഫ്രൈഡേ പ്രൊഡ്യൂസർ പറയാ, the day that changed your life. August 18th അന്നായിരുന്നു ഫ്രൈഡേ റിലീസ് ചെയ്ത ദിവസം. എന്താ പറയുക, എന്റെ ജാതകം തിരുത്തിയ ദിവസമാണ് അത്. Well, the day that changed your life. May 14. I was born on that day. വിജയിൽ നിന്ന് സാൻഡ്ര പഠിച്ച ഒരു കാര്യം, ഡിപ്ലോമസി. ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Well, സാൻഡ്രയിൽ നിന്ന് വിജയ് പഠിച്ചിട്ടുള്ള ഒരു കാര്യം, There is always a positive result for working hard. She works really hard. Well, മറ്റു പ്രൊഡ്യൂസേഴ്സ് ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ 2 പ്രൊഡ്യൂസേഴ്സും ചേർന്ന് ചെയ്യാറുണ്ട്. എന്ത്? നമ്മൾ സ്ക്രിപ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇടപെടാറുണ്ട്. We really discuss on the script for more than 2 or 3 months before committing it to him. വേണമെങ്കിൽ തിരുത്തി എഴുതാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മങ്കിപ്പൻ ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് എടുക്കാനായിട്ടുള്ളത്. ഇത്രയും പേര് നമ്മളോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള റീസൺ അതുകൊണ്ടാണ്. ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മറ്റു പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല. എന്ത്? ഞങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാറില്ല. സ്പെൻഡ് ചെയ്യേണ്ടടുത്ത് മാത്രമേ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ചില ഏരിയാസിൽ പല പടങ്ങളിലും ആവശ്യമില്ലാത്ത സ്പെൻഡിങ് നടന്നു. ഇത് മലയാളം സിനിമയാണ്, ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്, ഇത് കാണാനുള്ള ഒരു ലിമിറ്റഡ് ഓഡിയൻസ് ഉണ്ട്. അപ്പൊ ആ ബഡ്ജറ്റിൽ നിർത്തി സിനിമ ചെയ്താൽ സിനിമ പ്രോഫിറ്റബിൾ ആക്കാം എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ട്. അനാവശ്യ സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മറ്റേതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു ഒക്കേഷൻ കണ്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ഏതാണത്? കേട്ട് കേൾവേ ഉള്ളൂ. ചില സിനിമകളുടെ ബഡ്ജറ്റ് 10 കോടിയായി, 15 കോടിയായി, 7 കോടിയായി, 8 കോടിയായി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചോദിക്കാറുണ്ട്, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവർ മലയാള സിനിമ തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇത്തരം ആൾക്കാരിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം ഇൻഡസ്ട്രിയിൽ. സാൻഡ്ര, എസ്കേപ്പ് ഫ്രം ഡാഷ്. മുന്നിൽ ചിരിച്ച് കാണിച്ചിട്ട് പുറകിൽ കുറ്റം പറയുന്ന ആൾക്കാരിൽ നിന്ന് കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇഷ്ടം പോലെ. അതേ ഉള്ളൂ എന്ന് വേണേ പറയാം. അപ്പൊ തന്നെ പറയും CID എസ്കേപ്പ്. മനസ്സിൽ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ നവോദയ അപ്പച്ചൻ. ബിക്കോസ് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു 6 മാസത്തോളം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പുള്ളി 80-ാം വയസ്സിലും നവോദയ സ്റ്റുഡിയോ റിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് താമസിച്ച് ആ 80-ാം വയസ്സിലും അതിലെ ഓരോ കാര്യങ്ങളും ആ സ്റ്റുഡിയോയിൽ ഇങ്ങനെ വെച്ചാൽ അത് അക്വിസ്റ്റഡ് ആണോ എന്ന് പറഞ്ഞപ്പം എനിക്ക് അദ്ദേഹത്തോട് അതിയായ ഒരു ബഹുമാനം ഉണ്ടായി. കയ്യിൽ ഒരു മങ്കി പെൻ ഉണ്ടായിരുന്നെങ്കിൽ എഴുതുന്നതെല്ലാം സംഭവിച്ചിരുന്നുവെങ്കിൽ സാൻഡ്ര തോമസ് എന്തെഴുതും? പേഴ്സണലാ. If opportunity doesn't knock, build a door. Well, it's a fantastic quote. If opportunity doesn't knock, build a door. 2 producers, 2 actors എന്റെ കൂടെ ഉണ്ട്, സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു ഓൺ Star Jam. ടാൻ കണക്കിന് ഫൺ. Star Jam with RJ Sean. 2 young producers, 2 young actors എന്റെ കൂടെ ഉണ്ട്, സാൻഡ്ര തോമസ് ആൻഡ് വിജയ് ബാബു. Thank you so much for being a part of this show. Thank you so much for a wonderful show. And tell me, how was Star Jam? Wonderful. It was a good experience. It was first time ഞാൻ ഇത്രയും ഒരു ലോങ് ഷോയിൽ ഇരിക്കുന്നത്. സാൻഡ്ര തോമസ്, how was Star Jam? ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഒരു ഇന്റർവ്യൂ ആണ്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് വരുന്ന ഒരു ഇന്റർവ്യൂ കൂടിയാണ്. അത് മാത്രമല്ല, എന്റെ കൊച്ചിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു സ്റ്റാർ ജാമിൽ എന്തെങ്കിലും ഇരിക്കണം എന്നുള്ളത്. ഹലോ, ഈ കൊച്ചിലെ ആഗ്രഹം തുടങ്ങിയിട്ട് അത്രയും നാളായിട്ടില്ല. എനിക്കൊരു ശീലമുണ്ട്, ഈ സീറ്റിൽ ആര് വന്നാലും ഐ വിൽ പ്രൊപ്പോസ് ദാറ്റ് ഗേൾ. സോ സാൻഡ്ര, വിൽ യു മാരി മീ? Is there any other custom where any girls in the office propose to the man also? Because I found very interesting girls in Club FM also. So, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ഷോ. താങ്ക് യു വെരി മച്ച് വിജയ് ബാബു. താങ്ക് യു വെരി മച്ച് സാൻഡ്ര തോമസ്. ഹൗ ഡു യു ഫീൽ നൗ? കുമ്പസാരിച്ച പോലെ. ഞാനാണ് പള്ളിയിലച്ചൻ. ഫാദർ ഷാൻ ഹിയർ വിത്ത് യു. ഫൈനലി, ഉഗാണ്ടയിലെ 1-2 സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഉഗാണ്ടയിൽ സിനിമ തിയേറ്റർ ഉണ്ടോ? ഉഗാണ്ടയിൽ സിനിമ ഇൻഡസ്ട്രി ഇല്ല. സിനിമ തിയേറ്റർ ഉണ്ട്, പക്ഷെ അവിടെ വരുന്നത് കൂടുതലും കെനിയൻ സിനിമകളും ഹോളിവുഡ് സിനിമകളുമാണ്. ഉഗാണ്ടയിൽ പിന്നെ പൊളിറ്റീഷ്യൻസ് ഉണ്ടോ? യെസ്, ഉഗാണ്ടയിൽ politics
പൊളിറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 27 years ആയിട്ട് ഒരേ റൂളിംഗ് പാർട്ടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും സ്ട്രോങ് ഒപ്പോസിഷനും ഉണ്ട് അവർക്ക്. ഉണ്ട്. പിന്നെ ഉഗാണ്ടയില് വില്ലന്മാരുണ്ടോ? ശരിക്കും 100% വില്ലന്മാരും പാവങ്ങളും മാത്രമേ ഉള്ളൂ. മിഡിൽ അതായത് ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഇല്ല. റിച്ച് ആൻഡ് ദ പുവർ. വെൽ താങ്ക് യു വെരി മച്ച്. എന്റെ സ്റ്റൈലിൽ പറയുന്ന രണ്ടുപേരും ടൺ കണക്കിന് ഫൺ. ടൺ കണക്കിന് ഫൺ. കണക്കിന് ഫൺ. ഹലോ, ഒരു ടൺ കൂടെ ഉണ്ട്. ആണോ? ടൺ കണക്കിന് ഫൺ.